വിധി. ഈ ഒരു വീഡിയോ നിങ്ങൾ കാണുമെന്നത് നിങ്ങളുടെ വിധിയാണ്. അങ്ങനെയെങ്കിൽ എന്താണ് സത്യത്തിൽ ഈ ഒരു വിധി? ആരാണ് നമ്മുടെയൊക്കെ വിധിയെ രചിക്കുന്നത്, തീരുമാനിക്കുന്നത്? നമുക്ക് നമ്മുടെ വിധികളെ തിരുത്താനാകുമോ? നമുക്ക് പരിശോധിക്കാം. വെൽക്കം ബാക്ക് ടു എഫ് വേൾഡ്. അഫ്ലു ഹിയർ. നമ്മുടെ ഒക്കെ തന്നെ ജീവിതത്തിൽ സമാധാനിക്കാനും അതുപോലെ തന്നെ കുറ്റപ്പെടുത്താനും നമ്മൾ നിരന്തരമായിട്ട് ആശ്രയിക്കുന്ന ഒരു കാര്യമാണ് വിധി. ചെറിയ പ്രായം മുതൽക്കേ തന്നെ നമ്മൾ നമ്മുടെ ചുറ്റുപാടുകളിൽ നിന്നായിട്ട് വിധിയെക്കുറിച്ച്, ഫേറ്റിനെക്കുറിച്ച്, ഡിറ്റർമിനേഷനെക്കുറിച്ച് നിരന്തരമായിട്ട് കേട്ടുകൊണ്ടിരിക്കുന്നുണ്ട്. പലപ്പോഴും വളരെ മോശം സാഹചര്യങ്ങളിലൂടെയൊക്കെ തന്നെ നമ്മൾ കടന്നു പോകുമ്പോൾ നമ്മളോട് ചുറ്റുള്ള ആളുകൾ പറയുന്നൊരു കാര്യമാണ് എല്ലാം വിധിയായിരിക്കാം എന്ന് വിചാരിച്ച് സമാധാനിക്കുക, മുന്നോട്ടേക്ക് പോവുക എന്നൊക്കെ പറയുന്ന കാര്യം. സത്യത്തിൽ എന്താണ് ഈ ഒരു വിധി? ഇതൊക്കെ തന്നെയും മുൻകൂട്ടി ആരൊക്കെയോ നിർണ്ണയിച്ചിട്ടുള്ള, എഴുതി തയ്യാറാക്കിയിട്ടുള്ള കാര്യങ്ങളാണോ? അതിലൂടെയാണോ നമ്മൾ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്? ഇവിടെ മതത്തിൻ്റെ കാഴ്ചപ്പാടിൽ നോക്കുമ്പോൾ ഈ വിധിയെക്കുറിച്ചുള്ള വ്യത്യസ്ത തരത്തിലുള്ള പെർസ്പെക്റ്റീവ്സ് ഒക്കെ നമുക്ക് അവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. വിധിയെ മറികടക്കാനുള്ള പല കാര്യങ്ങളും പല മതങ്ങളിലും പറഞ്ഞിട്ടുള്ളതായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. അതൊക്കെ ഏതായാലും അവിടെ നിൽക്കട്ടെ. നമ്മൾ ഈ ഒരു വീഡിയോയിലൂടെ ചർച്ച ചെയ്യുന്നത് സയൻസിന് വിധിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് എന്താണ് പറയാനുള്ളത് എന്ന കാര്യത്തെക്കുറിച്ചാണ്. ഇവിടെ നമ്മൾ പരിശോധിച്ച് നോക്കുമ്പോൾ നമ്മൾ ഓരോരുത്തരും നമുക്കിഷ്ടപ്പെട്ട കാര്യങ്ങളാണല്ലേ ചെയ്യുന്നത്. ഉദാഹരണത്തിന് നമ്മൾ ഇഷ്ടപ്പെട്ട ഭക്ഷണം നമ്മൾ ഹോട്ടലിലും മറ്റൊക്കെ പോയിട്ട് കഴിക്കുന്നുണ്ട്. അതുപോലെ തന്നെ നമുക്ക് ഇഷ്ടപ്പെട്ട വസ്ത്രങ്ങൾ, ഡ്രസ്സുകളൊക്കെ തന്നെ ഷോപ്പുകളിൽ പോയിട്ട് നമ്മൾ പർച്ചേസ് ചെയ്യുന്നുണ്ട്. ഇതൊക്കെ തന്നെ പൂർണ്ണമായിട്ടും മറ്റാരും നിയന്ത്രിക്കാതെ നമ്മൾ നമ്മുടെ സ്വന്തം ഇഷ്ടപ്രകാരം ചെയ്യുന്ന കാര്യമാണ്. ഫ്രീ വിൽ എന്ന് നമുക്ക് ഇംഗ്ലീഷിൽ ഇതിനെ വിശേഷിപ്പിക്കാം. പക്ഷേ ഇതിന് മറ്റൊരു സൈഡ് കൂടെ ഉണ്ട്. ഇപ്പോൾ ഇത്തരത്തിൽ നമ്മുടെ ഇഷ്ടപ്രകാരം നമ്മളൊരു ഹോട്ടലിൽ പോയിട്ട് ഭക്ഷണം കഴിച്ചു, പിറ്റേ ദിവസം നമുക്ക് വയറുവേദന വന്നിട്ട് നമ്മൾ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആവുകയാണെങ്കിൽ, അതുപോലെ തന്നെ നല്ലൊരു ഷർട്ട് മേടിച്ചിട്ട് രണ്ടാം ദിവസം തന്നെ അത് കീറി പോവുകയാണെങ്കിൽ നമ്മൾ ആ ഒരു സമയത്ത് നമ്മൾ നേരെ വിധിയെ അങ്ങോട്ടേക്ക് കൊണ്ടുവരാറുണ്ട്. അതായത് നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങൾ, നെഗറ്റീവായിട്ടുള്ള ഔട്ട്കംസ് ആണ് നമ്മുടെ ആ ഒരു പ്രവൃത്തികൾക്ക് ലഭിക്കുന്നതെങ്കിൽ എപ്പോഴും നമ്മൾ അവിടെ കൊണ്ടുവരുന്ന ഒരു കാര്യം വിധിയെയാണ്. എല്ലാം വിധിയാണെന്ന് വിചാരിച്ചുകൊണ്ട് സമാധാനിക്കാം എന്നൊരു രീതിയിലേക്ക് നമ്മൾ അവിടെയൊക്കെ തന്നെ എത്തിച്ചേരാറുണ്ട്. ഇതിൽ തന്നെ വിധിയാണെന്ന് വിചാരിച്ച് സമാധാനിക്കുന്ന ആളുകളുടെ കൂട്ടത്തിലും രണ്ട് തരം ഉണ്ട് കേട്ടോ. ഒന്ന് ഹാർഡ് ഡിറ്റർമിനിസ്റ്റുകളും, രണ്ടാമതായിട്ട് സോഫ്റ്റ് ഡിറ്റർമിനിസ്റ്റുകളും. പേര് പോലെ തന്നെ ഹാർഡ് ഡിറ്റർമിനിസ്റ്റുകളുടെ കാര്യത്തിലേക്ക് വരുമ്പോൾ അവർ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത് അല്ലെങ്കിൽ അവർ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു കാര്യം എല്ലാം വിധിയാണ്, ഒരു കാരണവശാലും വിധിയെ ആർക്കും മാറ്റാൻ കഴിയില്ല, വിധിച്ചിട്ടുള്ളതേ നടക്കൂ, അതിലൂടെ നമ്മൾ കടന്നു പോയേ തീരും എന്ന് പറഞ്ഞ കാര്യമാണ്. ഇനി രണ്ടാമത്തെ വിഭാഗമായിട്ടുള്ള സോഫ്റ്റ് ഡിറ്റർമിനിസ്റ്റുകളുടെ കാര്യത്തിലേക്ക് വരുമ്പോൾ പേര് പോലെ തന്നെ ഇവർ ഇച്ചിരി സോഫ്റ്റ് ആണ്. എല്ലാം വിധിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ്, അതിലൂടെയൊക്കെ തന്നെയാണ് നമ്മൾ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. പക്ഷേ നമ്മൾ വേണമെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ നമ്മുടെ വിധിയെ നമുക്ക് മാറ്റാൻ പോലും സാധിക്കുമെന്നൊരു ചിന്താഗതിയാണ് ഈ രണ്ടാമത്തെ വിഭാഗത്തിനുള്ളത്. ഇനി ഈ ഒരു കാര്യത്തെ നിങ്ങൾക്ക് കുറച്ചുകൂടെ മനസ്സിലാകുന്ന രീതിയിൽ പറയുകയാണെങ്കിൽ, ഒരു വ്യക്തി വളരെ മോശം സാഹചര്യങ്ങളിൽ നിന്ന് വളർന്നു വന്നു, അയാളൊരു കള്ളനായി മാറി. അപ്പോൾ ഇവിടെ ഈ ഹാർഡ് ഡിറ്റർമിൻസ് ആയിട്ടുള്ള ആളുകൾ ഈ വ്യക്തിയെക്കുറിച്ച് പറയുന്നത് എല്ലാം അയാളുടെ വിധിയാണ്, അയാളൊരു കള്ളനായി മാറും, പിടിക്കപ്പെടും, മോഷണങ്ങൾ ചെയ്യുന്നൊക്കെ പറയുന്നത് അയാൾക്ക് വിധിച്ചിട്ടുള്ള കാര്യങ്ങളാണ്. ഒരു കാരണവശാലും അതിൽ നിന്നും അയാൾക്ക് പുറത്ത് കടക്കാൻ കഴിയില്ല, അയാളുടെ വിധിയെ അയാൾക്ക് മാറ്റാൻ കഴിയില്ല എന്ന് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളാണ്. പക്ഷേ ഇവിടെ സോഫ്റ്റ് ഡിറ്റർമിനിസ്റ്റുകളുടെ കാര്യത്തിലേക്ക് വരുമ്പോൾ അവർ ഈ ഒരു കള്ളനെ കുറിച്ച് ചിന്തിക്കുക, അയാളുടെ സാഹചര്യം കൊണ്ട് അയാളൊരു കള്ളനായി മാറി, പക്ഷേ അയാൾക്ക് വേണമെങ്കിൽ നല്ല രീതിയിൽ പഠിക്കാമായിരുന്നു, നല്ല വേറെ എന്തെങ്കിലും ഒരു ജോലി കണ്ടെത്താമായിരുന്നു, മോഷണം ഉപേക്ഷിക്കാമായിരുന്നു, കള്ളനല്ലാതെ മറ്റെന്തെങ്കിലും ഒരു പ്രൊഫഷൻ എന്ന നിലയിലേക്ക് അയാൾക്ക് തിരിയാമായിരുന്നു എന്ന് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളൊക്കെയാണ്. ഇവിടെയൊക്കെ തന്നെ വിധി ഒരു വ്യക്തിയെ കള്ളനാക്കി എന്ന് പറയുമ്പോൾ, അല്ലെങ്കിൽ വിധി കാരണമാണ് നമ്മൾ ഓരോ കാര്യങ്ങളിലൂടെയും കടന്നു പോകുന്നത്, എല്ലാത്തിനും പുറകിലുള്ളത് വിധിയാണെന്നൊക്കെ നമ്മൾ പറയുമ്പോൾ മനുഷ്യർക്ക് അവിടെ സ്വന്തമായിട്ട് തീരുമാനങ്ങൾ എടുത്ത് കാര്യങ്ങൾ ചെയ്യാനുള്ള ശേഷിയൊന്നുമില്ലേ? മറ്റാരോ ചെയ്തു വെച്ചിട്ടുള്ള ഒരു വഴിയിലൂടെ നമ്മൾ അങ്ങനെ കടന്നു പോവുകയാണോ? എല്ലാം വിധിയുടെ അടിസ്ഥാനത്തിലാണോ? എങ്ങനെയാണ് മനുഷ്യർ തീരുമാനങ്ങൾ എടുക്കുന്നത്? ഇത്തരം കാര്യങ്ങളെക്കുറിച്ചൊക്കെ തന്നെയും വിശദമായിട്ട് തന്നെ ന്യൂറോ സയൻറ്റിസ്റ്റുകളും അതുപോലെ തന്നെ ഫിലോസഫേഴ്സും കൃത്യമായിട്ടുള്ള പഠനങ്ങൾ നടത്തിയിട്ടുണ്ടായിരുന്നു. അതിൽ തന്നെ 1980 ബെഞ്ചമിൻ ലിബറ്റ് എന്ന് പറയുന്ന ഒരു ന്യൂറോ സയൻറ്റിസ്റ്റ് നമ്മുടെ തലച്ചോറിൽ എങ്ങനെയാണ് നമ്മൾ തീരുമാനങ്ങൾ എടുക്കുന്നത് എന്ന കാര്യത്തെക്കുറിച്ചിട്ട് കൃത്യമായിട്ടുള്ള പഠനങ്ങൾ നടത്തിയിട്ടുണ്ടായിരുന്നു. ECG പോലുള്ള വ്യത്യസ്ത തരത്തിലുള്ള മെഷീനുകളുടെയും യന്ത്രങ്ങളുടെയും ഒക്കെ സഹായത്തോട് കൂടിയിട്ടാണ് അദ്ദേഹം ഈ ഒരു പഠനം നടത്തിയിട്ടുണ്ടായിരുന്നത്. നമ്മളൊരു തീരുമാനം എടുക്കുന്ന സമയത്ത് നമ്മുടെ തലച്ചോറ് നടക്കുന്ന കാര്യങ്ങളെക്കുറിച്ച്, നമ്മൾ എങ്ങനെ ഒരു തീരുമാനം എടുക്കുന്നു എന്ന കാര്യത്തെക്കുറിച്ചൊക്കെ തന്നെയും അദ്ദേഹം വിശദമായിട്ട് ഗവേഷണങ്ങൾ നടത്തിയ അവസരത്തിൽ അദ്ദേഹത്തിന് കണ്ടെത്താൻ കഴിഞ്ഞൊരു കാര്യമുണ്ട്. നമ്മളൊരു കാര്യം ചിന്തിച്ച് പ്രവർത്തിക്കുന്നതിനും ഏറെക്കുറെ 500 മില്ലി സെക്കൻഡുകൾക്ക് മുൻപേ തന്നെ ആ ഒരു തീരുമാനം നമ്മുടെ തലച്ചോറ് എടുക്കുന്നുണ്ട് എന്ന് പറഞ്ഞതായിരുന്നു ആ ഒരു കണ്ടെത്തൽ.
അത് വളരെ സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ നമ്മളൊരു ഡ്രസ്സിൻ്റെ ഷോപ്പിലേക്ക് കയറിയിട്ട് നമുക്ക് ഇഷ്ടപ്പെട്ടൊരു ഷർട്ട് കണ്ടു, നമ്മൾ കൈ നീട്ടി ആ ഷർട്ട് സെലക്ട് ചെയ്യുന്നതിന് 500 മില്ലി സെക്കൻഡുകൾക്ക് മുൻപേ തന്നെ നമ്മുടെ ഉപബോധ മനസ്സിൽ അല്ലെങ്കിൽ നമ്മുടെ തലച്ചോറിൽ ഈ ഒരു സാധനം നമ്മൾ എടുക്കാൻ പോവുകയാണ് എന്നുള്ളൊരു തീരുമാനം നമ്മൾ ഓൾറെഡി എടുത്തു കഴിഞ്ഞിട്ടുണ്ട് അല്ലെങ്കിൽ എടുക്കുന്നുണ്ട് എന്നതാണ് അദ്ദേഹത്തിൻ്റെ ഈ ഒരു കണ്ടെത്തൽ. ഇത്തരമൊരു കാര്യം ഉള്ളതുകൊണ്ട് തന്നെ ആ ഒരു കാലഘട്ടത്തിൽ വലിയ തോതിൽ തന്നെ ആളുകൾ, മനുഷ്യർക്കൊരു ഫ്രീ വില്ലില്ല, ഒരു ഉപബോധ മനസ്സിൽ ആദ്യം തന്നെ എല്ലാ കാര്യങ്ങളും നമ്മൾ തീരുമാനങ്ങൾ എടുക്കുന്നുണ്ട് എന്ന് തുടങ്ങിയിട്ടുള്ള ഒരുപാടധികം വാദങ്ങളുമായിട്ട് രംഗത്തേക്ക് വന്നിട്ടുണ്ടായിരുന്നു. അതായത് നമ്മൾ കോൺഷ്യസ് ആയിട്ടൊരു തീരുമാനം എടുക്കുന്നതിന് മുൻപേ തന്നെ നമ്മുടെ തലച്ചോറിൽ അത്തരമൊരു തീരുമാനം എടുക്കപ്പെടുന്നുണ്ട് എന്നതുകൊണ്ട് ഇത് വിധിയുമായിട്ട് കണക്ട് ചെയ്തുകൊണ്ട് എല്ലാം ഓൾറെഡി തീരുമാനിക്കപ്പെട്ടതാണ് എന്ന് പറഞ്ഞുകൊണ്ടൊക്കെ പലരും ഈ ഒരു കാലയളവിലായിട്ട് വലിയ തോതിൽ തന്നെ ഈ ഒരു വിഷയത്തെ ചർച്ചകൾക്ക് വിധേയമാക്കിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഇരിക്കുകയാണ് റോബർട്ട് സപ്പോൾസ്കി എന്ന് പറയുന്ന ന്യൂറോ സയൻറ്റിസ്റ്റ് മറ്റൊരു പഠനത്തിൻ്റെ റിസൾട്ടുമായിട്ട് രംഗത്തേക്ക് വരുന്നത്. അദ്ദേഹത്തിന് പറയാനുണ്ടായിരുന്നത് നമ്മളുടെ തീരുമാനങ്ങളൊന്നും തന്നെ നമ്മളുടെ കൺട്രോളിലല്ല എന്ന് പറയുന്നൊരു കാര്യമാണ്. അങ്ങനെയാണെങ്കിൽ പിന്നെ ആരാണ് നമ്മുടെ തീരുമാനങ്ങളെ പൂർണ്ണമായിട്ടും കൺട്രോൾ ചെയ്യുന്നത്, നിയന്ത്രിക്കുന്നത്? എന്തിനടിസ്ഥാനത്തിലാണ് നമ്മൾ തീരുമാനങ്ങൾ എടുക്കുന്നത്? അവിടെ അദ്ദേഹം അതിന് ചില മാനദണ്ഡങ്ങളായിട്ട് പറയുന്നുണ്ട്, ചില കാര്യങ്ങളായിട്ട് പറയുന്നുണ്ട്. നമ്മുടെ തീരുമാനങ്ങളെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് ബയോളജിക്കൽ ഫാക്ടേഴ്സാണ്. നമ്മുടെ ഹോർമോൺസും നമ്മുടെ ജെനറ്റിക്സും ഒക്കെ നമ്മുടെ തീരുമാനങ്ങളെ വലിയ തോതിൽ തന്നെ സ്വാധീനിക്കുന്നുണ്ട്. പലപ്പോഴും നമ്മുടെ നടത്തവും ഇരുത്തവും ഒക്കെ തന്നെ നമ്മുടെ മുൻഗാമികളെ പോലെ ആകാറുണ്ട്. നമ്മുടെ ജെനറ്റിക്സിന് ഈ ഒരു കാര്യത്തിൽ വലിയ തോതിൽ തന്നെ സ്വാധീനമുണ്ട്. അതുപോലെ തന്നെ ഇനി ഹോർമോൺസിൻ്റെ കാര്യത്തിലേക്ക് നോക്കുമ്പോൾ നമ്മുടെ ശരീരത്തിലെ ഹോർമോണൽ ചേഞ്ച് കൊണ്ട് നമ്മൾ എടുക്കുന്ന തീരുമാനങ്ങളിൽ വലിയ തോതിൽ തന്നെ പലപ്പോഴും മാറ്റങ്ങൾ സംഭവിക്കാറുണ്ട്. ഇനി രണ്ടാമതായിട്ട് നമ്മുടെ തീരുമാനങ്ങളെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് അത് സൈക്കോ ഡൈനാമിക് ഫാക്ടേഴ്സാണ്. നമ്മുടെ ഉള്ളിലുള്ള ഭയം, ആശങ്ക, ആഗ്രഹം ഇതൊക്കെ തന്നെ വലിയ തോതിൽ തന്നെ നമ്മളുടെ ഓരോ തീരുമാനങ്ങളെയും വലിയ തോതിൽ തന്നെ സ്വാധീനിക്കുന്നുണ്ട്. ഇതെങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു പഴഞ്ചൊല്ലുണ്ട്, ഒരു തവണ ചുടുവെള്ളത്തിൽ വീണ പൂച്ച രണ്ടാമത് പച്ചവെള്ളം കണ്ടു കഴിഞ്ഞാൽ പോലും പേടിക്കുന്നുള്ളത്. അതായത് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടുള്ള പല മോശം ഇൻസിഡൻറ്റുകൾ അല്ലെങ്കിൽ നല്ല കാര്യങ്ങൾ ഇതൊക്കെ തന്നെയും, അതുപോലെ തന്നെ നമ്മുടെ ഉള്ളിൽ കാലാകാലങ്ങളായിട്ടുള്ള ഭയം, ഇത്തരം കാര്യങ്ങളൊക്കെ തന്നെയും നമ്മൾ പുതുതായിട്ട് ഒരു വിഷയത്തിലേക്ക് കടന്നു പോകുമ്പോൾ, ഒരു സിറ്റുവേഷനിലൂടെ കടന്നു പോകുമ്പോൾ അവിടെ വലിയ തോതിൽ തന്നെ സ്വാധീനം ചെലുത്തുന്നുണ്ട്. ഉദാഹരണത്തിന് ഒരു സ്ഥലത്തുകൂടെ നമ്മൾ പോയപ്പോൾ നമുക്ക് ചെറിയ പ്രായത്തിൽ ഒരു മോശം അനുഭവം ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ വലുതായിട്ട് കുറേ കാലം കഴിഞ്ഞിട്ട് ആ ഒരു വഴിയിലൂടെ പോകണമോ പോകണ്ടേ എന്നൊരു തീരുമാനം എടുക്കുന്ന കാര്യത്തിൽ പോലും വലിയ തോതിൽ തന്നെ ഈ കാര്യങ്ങളൊക്കെ തന്നെ നമ്മൾ സ്വാധീനിക്കുന്നുണ്ട്. അവിടെയും തീരുമാനങ്ങൾ എടുക്കുന്ന കാര്യത്തിൽ നമ്മുടെ കഴിഞ്ഞ കാലങ്ങളിൽ സംഭവിച്ചിട്ടുള്ള വ്യത്യസ്ത തരത്തിലുള്ള കാര്യങ്ങളൊക്കെ തന്നെയും അവിടെ വലിയ തോതിൽ ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട്. ഇനി മൂന്നാമത്തെ ഒരു കാര്യം നോക്കുകയാണെങ്കിൽ അത് എൻവിറോൺമെൻറ്റൽ ഫാക്ടേഴ്സാണ്. നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുന്ന ചുറ്റുപാടുകൾ, നമ്മളുടെ കൾച്ചർ, നമ്മൾ ജീവിക്കുന്ന നാട്, അങ്ങനെ തുടങ്ങിയിട്ടുള്ള നമ്മുടെ ഫൈനാൻഷ്യൽ സ്റ്റാറ്റസ്, അങ്ങനെ തുടങ്ങിയിട്ടുള്ള ഒരുപാടധികം കാര്യങ്ങൾ വലിയ തോതിൽ തന്നെ നമ്മളുടെ ഓരോ തീരുമാനങ്ങളെയും സ്വാധീനിക്കുന്നുണ്ട്. എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഉദാഹരണത്തിന് നമ്മളൊരു ഡ്രസ്സ് മേടിക്കുന്ന കാര്യം തന്നെ എടുക്കാം. അവിടെ നമ്മുടെ കൾച്ചറുമായി ബന്ധപ്പെട്ടുള്ള ഒരു ഡ്രസ്സായിരിക്കും തീർച്ചയായിട്ടും നമ്മൾ തിരഞ്ഞെടുക്കുക. അതിൽ തന്നെ മറ്റുള്ളവരിൽ കണ്ടിട്ടുള്ള അല്ലെങ്കിൽ മറ്റുള്ളവർക്ക് കൂടെ ഇഷ്ടമാകുമെന്നൊക്കെ തോന്നുന്ന തരത്തിലുള്ള ഡ്രസ്സുകൾ പലപ്പോഴും നമ്മൾ ചൂസ് ചെയ്യാറുണ്ട്. ഇനി ഇതൊക്കെ കൊണ്ട് നമ്മളൊരു ഡ്രസ്സ് ചൂസ് ചെയ്ത് കഴിഞ്ഞാൽ തന്നെ അതിൻ്റെ വില അല്ലെങ്കിൽ നമ്മുടെ ഫൈനാൻഷ്യൽ സ്റ്റാറ്റസ് കൂടെ നോക്കിയിട്ടായിരിക്കും നമ്മൾ ഈ ഒരു ഡ്രസ്സ് തന്നെ സെലക്ട് ചെയ്യുന്നത്. അപ്പോൾ ഇങ്ങനെ തുടങ്ങിയിട്ടുള്ള വ്യത്യസ്തമായിട്ടുള്ള കാര്യങ്ങൾ, എൻവിറോൺമെൻറ്റൽ ആയിട്ടുള്ള ഫാക്ടേഴ്സൊക്കെ തന്നെ നമ്മളൊരു തീരുമാനം എടുക്കുന്ന കാര്യത്തിൽ പുറകിൽ പ്രവർത്തിക്കുന്നുണ്ട്. ആ കാര്യങ്ങൾ നമ്മളെ വലിയ തോതിൽ തന്നെ സ്വാധീനിക്കുന്നുണ്ട്. അപ്പോൾ ഇത്ര നേരം കൊണ്ട് വിധിയെക്കുറിച്ചും വിധിയെ സ്വാധീനിക്കുന്ന ഘടകങ്ങളെക്കുറിച്ചും ഒക്കെ തന്നെ നമ്മൾ സംസാരിച്ചു. അങ്ങനെയാണെങ്കിൽ നമ്മുടെ ഈ ഒരു തീരുമാനങ്ങളെ, നമ്മുടെ ഈ ഒരു വിധിയെ നമുക്ക് തിരുത്താൻ കഴിയില്ലേ? തീർച്ചയായിട്ടും സാധിക്കും. നമുക്ക് ചുറ്റും അല്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ പോലും ഇത്തരത്തിലുള്ള ഒരുപാടധികം ഉദാഹരണങ്ങളുണ്ട്. ആഗ്രഹം എന്ന് പറയുന്ന ഒരു കാര്യം കൊണ്ട് നമുക്ക് തീർച്ചയായിട്ടും വിധിയെപ്പോലും മറികടക്കാനായിട്ട് സാധിക്കുന്നുണ്ട്. ഒരു ചെറിയ ഉദാഹരണമായിട്ട് നമുക്ക് വേണമെങ്കിൽ സ്റ്റീഫൻ ഹോക്കിൻസിൻ്റെ കാര്യം എടുക്കാം. ഇനി ഒരു കാരണവശാലും കൈകാലുകളൊന്നും തന്നെ അനക്കാൻ കഴിയില്ല എന്ന് വിധിക്കപ്പെട്ട വീൽ ചെയറിൽ നിന്നും എഴുന്നേൽക്കാൻ കഴിയില്ല എന്ന് ഡോക്ടർമാർ വിധി എഴുതുക, അതിനോടൊപ്പം ഏതാനും വർഷങ്ങൾക്കുള്ളിൽ തന്നെ മരണപ്പെടുമെന്ന് ശാസ്ത്രലോകം തീർത്ത് പറഞ്ഞ സ്റ്റീഫൻ ഹോക്കിൻസ് അദ്ദേഹത്തിൻ്റെ ആഗ്രഹങ്ങൾ കൊണ്ട് ലോകത്തോട് പടവെട്ടി അല്ലെങ്കിൽ ഈ ഒരു വിധിയോട് മല്ലിട്ടു എന്ന കാര്യത്തെക്കുറിച്ച് നമുക്കവിടെ വിശദീകരിക്കാൻ സാധിക്കും. വ്യത്യസ്തമായിട്ടുള്ള ഒരുപാടധികം കണ്ടെത്തലുകളിലൂടെ ശാസ്ത്രലോകത്തിന് അദ്ദേഹം വലിയ ഒരുപാടധികം സംഭാവനകൾ തന്നെയാണ് ഈ കഴിഞ്ഞ കാലയളവിലൊക്കെ തന്നെ നൽകി നമ്മുടെ ലോകത്ത് നിന്ന് വിട പറഞ്ഞു പോയിട്ടുണ്ടായിരുന്നത്. ഇനിയിപ്പോൾ ഇതുപോലെ തന്നെ നമ്മൾ നോക്കുകയാണെങ്കിൽ മനുഷ്യർക്ക് കൈകാലുകളുണ്ട്, മനുഷ്യർക്ക് നടക്കാൻ സാധിക്കും, അതാണ് വിധി എന്ന് പറഞ്ഞ് സമാധാനിച്ചിരിക്കുക എന്നതിനപ്പുറത്തേക്ക്
വലിയ വേഗതയിൽ സഞ്ചരിക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മുടെ ആഗ്രഹങ്ങൾ കൊണ്ട് ബൈക്കുകളും കാറുകളും തുടങ്ങിയ വ്യത്യസ്തമായിട്ടുള്ള ഒരുപാടധികം വാഹനങ്ങളെ കണ്ടെത്തിയിട്ടുണ്ടായിരുന്നു. സോ ഇങ്ങനെയുള്ള കാര്യങ്ങളെക്കുറിച്ചൊക്കെ തന്നെ വെച്ച് നമ്മൾ പരിശോധിച്ച് നോക്കുകയാണെങ്കിൽ വിധി എന്ന് പറയുന്ന കാര്യങ്ങൾ, അതിനെ സ്വാധീനിക്കുന്ന ഒരുപാടധികം കാര്യങ്ങളൊക്കെ തന്നെ ഉണ്ട് എങ്കിൽ കൂടിയും നമ്മുടെ വില്ല് കൊണ്ട് അല്ലെങ്കിൽ നമ്മുടെ ആഗ്രഹങ്ങൾ കൊണ്ട് നമുക്ക് ഇതിനൊക്കെ തന്നെ മറികടക്കാനായിട്ട് സാധിക്കുന്നുണ്ട്. തീർച്ചയായിട്ടും വിധിയെപ്പോലും നമ്മൾ മനുഷ്യർക്ക് തിരുത്തി എഴുതാൻ അവിടെയൊക്കെ തന്നെ സാധ്യമാകുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ പിന്നെ ഏതൊരു വ്യക്തിയുടെയും ഭാവിയെ അല്ലെങ്കിൽ അയാളുടെ വിധിയെ നമുക്ക് മുൻകൂട്ടി നിർണ്ണയിച്ചൂടെ, കൃത്യമായിട്ട് പ്രവചിച്ചൂടെ, എഴുതി വെച്ചൂടെ? ഈ ആസ്ട്രോളജിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അത് നമുക്ക് ഏതായാലും മാറ്റിവെക്കാം, അത് ഒഴിവാക്കാം. നമ്മൾ മുൻപ് ആസ്ട്രോളജിയെക്കുറിച്ചൊക്കെ വിശദമായിട്ട് തന്നെ സംസാരിച്ചിട്ടുണ്ടായിരുന്നു. അതിലെങ്ങനെയാണ് ആളുകളുടെ ഭാവിയെക്കുറിച്ചൊക്കെ തന്നെ നിർണ്ണയിക്കുന്നത്, അങ്ങനെ കാര്യങ്ങളെക്കുറിച്ചൊക്കെ നമ്മൾ സംസാരിച്ചിട്ടുള്ളതാണ്, നമ്മളത് പൊളിച്ചടക്കിയിട്ടുള്ളതാണ്, ഒഴിവാക്കിയിട്ടുള്ളതാണ്. ഇനി അതല്ലാണ്ട് സയൻറ്റിഫിക്കലി തന്നെ നമ്മൾ നോക്കുകയാണെങ്കിൽ വ്യത്യസ്തമായിട്ടുള്ള ഒരു വ്യക്തിയെ സ്വാധീനിക്കുന്ന എല്ലാ ഘടകങ്ങളെയും ചേർത്ത് വെച്ചുകൊണ്ട് നമുക്ക് അയാളുടെ ഭാവിയെക്കുറിച്ച് പൂർണ്ണമായിട്ടും എഴുതാൻ സാധിക്കുമോ അല്ലെങ്കിൽ പ്രവചിക്കാൻ സാധിക്കുമോ എന്ന കാര്യത്തെക്കുറിച്ച് പരിശോധിക്കുമ്പോൾ അവിടെയാണ് കെയോസ് തിയറി കടന്നു വരുന്നത്, അല്ലെങ്കിൽ ബട്ടർഫ്ലൈ എഫക്റ്റ് കടന്നു വരുന്നത്. നമുക്കറിയാം, ഒരു കാറ് വലത്തോട്ട് തിരിയുന്നതിന് പകരം ഇടത്തോട്ട് തിരിഞ്ഞത് അല്ലെങ്കിൽ ഒരു റോങ് ടേൺ എടുത്തത് കാരണമായിട്ടായിരുന്നു ഒന്നാം ലോക മഹായുദ്ധം സംഭവിച്ചത്, ആയിരക്കണക്കിന് ലക്ഷക്കണക്കിന് ആളുകൾക്ക് മരണം സംഭവിച്ചത്, വ്യത്യസ്ത രാജ്യങ്ങളുടെ സാമ്പത്തിക നില പൂർണ്ണമായിട്ടും താറുമാറായത്, രണ്ടാം ലോക മഹായുദ്ധത്തിലേക്ക് പോലും കാരണമായിട്ടുണ്ടായിരുന്നത് ഒക്കെ തന്നെയും ഈ ഒരൊറ്റ കാറ് നേരെ റോങ് ആയിട്ടുള്ളൊരു ടേൺ എടുത്തത് കാരണമായിരുന്നു. ഇനി മറ്റൊരു ഉദാഹരണം നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ചൈനയിലൊരു കോവിഡ് വന്നതുകൊണ്ട് കൂടിയിട്ടാണ്, അല്ലെങ്കിൽ വുഹാനിലെ ഒരു ലാബിൽ നിന്നൊക്കെ ലീക്കായതാണെന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ അത്തരത്തിലുള്ള ഒരു ലീക്ക് അവിടെ സംഭവിച്ചതോട് കൂടിയിട്ടാണ്, ഒരു കൊറോണ വൈറസ് അവിടെ പടർന്നതോട് കൂടിയിട്ടാണ് ലോകം മുഴുവൻ 1-2 വർഷക്കാലം പൂർണ്ണമായിട്ടും വീട്ടിലിരിക്കാൻ വിധിക്കപ്പെട്ടത്. അതായത് നമുക്ക് ചുറ്റിലും നടക്കുന്ന കാര്യങ്ങളൊക്കെ തന്നെയും നമ്മളുടെ തീരുമാനങ്ങളെ, നമ്മളുടെ വിധിയെ വലിയ തോതിൽ തന്നെ സ്വാധീനിക്കുന്നുണ്ട്. അതിപ്പോൾ എന്തെങ്കിലും ചെറിയൊരു കാര്യം പോലും വലിയൊരു ഔട്ട്കമായിട്ട് മാറി വരാറുണ്ട്. പലപ്പോഴും പറയാറുണ്ട്, ഒരു പൂമ്പാറ്റയുടെ ചിറകടി ആയിരക്കണക്കിന് കിലോമീറ്ററുകൾക്ക് അപ്പുറത്ത് വലിയൊരു ചുഴലിക്കാറ്റ് പോലും ഒരു പക്ഷേ സൃഷ്ടിച്ചേക്കും എന്നൊക്കെ പറയുന്ന കാര്യം. അങ്ങനെയാണ് ഇതിന് ഈ ബട്ടർഫ്ലൈ എഫക്റ്റ് എന്നൊക്കെ പറഞ്ഞ പേര് വരുന്നത്. നമ്മൾ വിശദമായിട്ട് ബട്ടർഫ്ലൈ എഫക്റ്റിനെ കുറിച്ചിട്ട് മുമ്പ് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്, നമ്മുടെ ചാനൽ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. സോ ഇങ്ങനൊരു കാര്യമുണ്ട് എന്നതിനാൽ മനുഷ്യർ ഒരു സാമൂഹ്യ ജീവിയാണ്. ചുറ്റുപാടുകളിൽ ഒരുപാട് തരത്തിലുള്ള മാറ്റങ്ങൾ സംഭവിക്കുന്നുണ്ട് എന്നൊരു കാര്യം കൊണ്ടൊക്കെ തന്നെയും മനുഷ്യരെടുക്കുന്ന ഓരോ തീരുമാനങ്ങളെയും അല്ലെങ്കിൽ ഓരോരുത്തരുടെയും വിധിയെയും അവരുടെ ചുറ്റുപാടുകളും ആ ചുറ്റുപാടുകളിൽ ജീവിച്ചുകൊണ്ടിരിക്കുന്ന ആളുകൾ എടുക്കുന്ന തീരുമാനങ്ങൾ പോലും വലിയ തോതിൽ തന്നെ സ്വാധീനിക്കുന്നുണ്ട്. സോ ഒരു വ്യക്തിയുടെ എല്ലാ കാര്യങ്ങളെക്കുറിച്ചും നമ്മൾ കൃത്യമായിട്ട് പഠിച്ച് മനസ്സിലാക്കി എഴുതി തയ്യാറാക്കി അതിൽ നിന്ന് റിസർച്ച് ചെയ്ത് കാര്യങ്ങൾ കണ്ടെത്തി കഴിഞ്ഞാൽ പോലും അയാളുടെ കൃത്യമായിട്ടുള്ള വിധിയെ അല്ലെങ്കിൽ അയാളുടെ ഭാവിയെ നമുക്കത് വെച്ചുകൊണ്ട് പ്രവചിക്കാൻ ഒരു കാരണവശാലും സാധിക്കില്ല, അല്ലെങ്കിൽ നിലവിലെ സാഹചര്യത്തിൽ സാധിക്കില്ല. ഒരുപക്ഷെ ഭാവിയിൽ ഈ ലോകത്ത് സംഭവിക്കുന്ന എല്ലാ കാര്യങ്ങളെയും, എല്ലാ ആളുകളുടെ കാര്യങ്ങളെയും, എല്ലാ ആളുകളുടെ പ്രവൃത്തികളെക്കുറിച്ചും ഒക്കെ തന്നെയും ഇതുപോലെ കൃത്യമായി മനസ്സിലാക്കിയിട്ട് അത് വെച്ചൊരു സോഫ്റ്റ്വെയറോ മറ്റൊക്കെ ഉണ്ടാക്കുകയാണെങ്കിൽ ഒരു പക്ഷേ നമുക്ക് എല്ലാ ആളുകളുടെയും ഭാവിയെ അല്ലെങ്കിൽ വിധിയെ, ലോകത്തിൻ്റെ പോക്ക് എങ്ങോട്ടാണ് എന്ന കാര്യത്തെക്കുറിച്ചൊക്കെ തന്നെയും കൃത്യമായിട്ട് നമുക്കൊരു പക്ഷേ മനസ്സിലാക്കാൻ സാധ്യമായേക്കും. പക്ഷേ അതിനൊക്കെ വേണ്ടിയിട്ട് ഒരു സെക്കൻഡിൽ 1x10⁻28 പ്രവൃത്തികളൊക്കെ ചെയ്യാൻ സാധിക്കുന്ന തരത്തിലുള്ള വലിയ തോതിലുള്ള സൂപ്പർ കമ്പ്യൂട്ടറുകളൊക്കെ തീർച്ചയായിട്ടും ആവശ്യമായിട്ട് വരും. അതൊക്കെ നമ്മളിപ്പോൾ ചിന്തിക്കുമ്പോൾ ഒരിക്കലും നമുക്ക് ചിന്തിക്കാൻ പോലും കഴിയാത്ത നിലക്ക് കിടക്കുന്ന, അതിനൊക്കെ അപ്പുറത്തേക്ക് കിടക്കുന്ന കാര്യങ്ങളാണ്. അപ്പോൾ കൃത്യമായ നിലയിൽ തന്നെ വിധിയെക്കുറിച്ചും അതിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന കാര്യത്തെക്കുറിച്ചും വിധിയെ മറികടക്കുന്ന കാര്യങ്ങളെക്കുറിച്ചും വിധിയെ എഴുതി വെക്കുന്ന കാര്യത്തെക്കുറിച്ചും ഒക്കെ തന്നെ നിങ്ങൾക്കൊരു ധാരണ ലഭിച്ചാണെന്ന് വിചാരിക്കുന്നു. എങ്ങനെയാണ് ഈ ഒരു വിധി എന്ന് പറയുന്ന കൺസെപ്റ്റ് ഉണ്ടായതെന്ന കാര്യത്തെക്കുറിച്ച് നിങ്ങൾ എപ്പോഴെങ്കിലും ചിന്തിച്ചു നോക്കിയിട്ടുണ്ടോ? സത്യത്തിൽ സങ്കടകരമായിട്ടുള്ള സാഹചര്യങ്ങളെ മറികടക്കുന്നതിന് വേണ്ടി മനുഷ്യർ കണ്ടെത്തിയിട്ടുള്ള ഒരു സൂത്രമായിട്ടൊക്കെ വേണമെങ്കിൽ നമുക്ക് ഈ ഒരു വിധിയെ വിശേഷിപ്പിക്കാം. അതായത് ഒരു സിറ്റുവേഷൻ, അവിടെ നമുക്കൊരു പോസിറ്റീവ് റിസൾട്ട് ഉണ്ടാകാൻ വേണ്ടി നമ്മൾ മാക്സിമം വർക്ക് ചെയ്തു, നമ്മളെ കൊണ്ട് കഴിയുന്ന അത്ര നിലക്ക് എല്ലാ വിധത്തിലും നമ്മളവിടെ പ്രവർത്തിച്ചു. എന്നിട്ട് കൂടെ നമുക്കതിൻ്റെ ഒരു ഔട്ട്കം വന്നപ്പോൾ നമുക്കത് നെഗറ്റീവ് ഔട്ട്കമാണ് ലഭിച്ചിട്ടുള്ളത്. ഇങ്ങനെയുള്ളൊരു സാഹചര്യത്തിൽ മനുഷ്യരായിട്ടുള്ള നമുക്ക് വലിയ തോതിൽ തന്നെ സങ്കടം ഉണ്ടാകാറുണ്ട്. പക്ഷേ അവിടെ നമ്മൾ ഈ ഒരു വിധി എന്ന് പറയുന്ന കൺസെപ്റ്റിനെ യൂസ് ചെയ്യുകയാണെങ്കിൽ, ഇതെല്ലാം വിധി കൊണ്ടാണ് എന്ന് നമ്മൾ ചിന്തിക്കുകയാണെങ്കിൽ, ഇതിലൊന്നും നമുക്കിനിയൊന്നും ചെയ്യാൻ കഴിയില്ല, വിധി കൊണ്ടാണെന്ന് സമാധാനിച്ച് നമുക്ക് മുന്നോട്ടേക്ക് പോകാം എന്ന നിലക്കുള്ള തീരുമാനങ്ങൾ നമുക്ക് എടുക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ജീവിതത്തിലേക്ക് പിന്നെയും സമാധാനം കടന്നു വരുന്നതായിരിക്കും.
ഇവിടെ ഈ ഒരു സിറ്റുവേഷനെ നിങ്ങൾക്ക് വേണമെങ്കിൽ റിലേഷൻഷിപ്പിൻ്റെ കാര്യത്തിലേക്ക് ചേർത്ത് വായിക്കാം. നിങ്ങളുടെ റിലേഷൻഷിപ്പ് സക്സസ് ആകുന്നതിന് വേണ്ടിയിട്ട് നിങ്ങൾ മാക്സിമം ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങളൊക്കെ തന്നെയും ചെയ്തു കഴിഞ്ഞു. പക്ഷേ എന്നിട്ടും അതിൻ്റെ ഒരു റിസൾട്ട് എന്ന് പറയുന്നത് നെഗറ്റീവ് ആണെങ്കിൽ തീർച്ചയായിട്ടും അവിടെ ഈ ഒരു കാര്യം നമുക്ക് യൂസ് ചെയ്യാൻ സാധിക്കും. അതുപോലെ തന്നെ എക്സാമുകളുടെ കാര്യത്തിൽ ഈ ഒരു കാര്യം നമുക്ക് അവിടെ കൃത്യമായിട്ട് കാണാൻ സാധിക്കുന്നുണ്ട്. നമ്മുടെ വേണ്ടപ്പെട്ടവരിൽ ആരെങ്കിലും മരണപ്പെടുകയാണെങ്കിൽ അവിടെയും ഈ ഒരു കാര്യം കൃത്യമായിട്ട് വർക്ക് ചെയ്യുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. അവിടെയൊക്കെ തന്നെ നമുക്ക് ചെയ്യാൻ കഴിയുന്നതിനും അപ്പുറത്തുള്ള കാര്യങ്ങളാണ്. അവിടെ ഇനി ആകെ കൂടെ നമുക്ക് ചെയ്യാൻ കഴിയുന്ന ഒരേ ഒരു കാര്യം എന്ന് പറയുന്നത് എല്ലാം വിധി കൊണ്ടാണ് എന്ന് പറഞ്ഞുകൊണ്ട് സമാധാനിക്കുക എന്ന് പറയുന്ന കാര്യമാണ്. അതുകൊണ്ടൊക്കെ തന്നെ ആയിരിക്കണം കാലാകാലങ്ങളായിട്ട് നമ്മൾ മനുഷ്യർ വ്യത്യസ്ത രാജ്യങ്ങളിൽ, വ്യത്യസ്ത ഭാഷകളിൽ, വ്യത്യസ്ത ദേശങ്ങളിലുള്ള മനുഷ്യർ എല്ലാവരും ഒരുപോലെ തന്നെ ഈ ഒരു വിധി എന്ന് പറയുന്ന കാര്യത്തെ അവരുടെ ജീവിതത്തോട് ചേർത്ത് വെച്ച് ഇങ്ങനെ കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത്, മുന്നോട്ടേക്ക് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പം എന്തായാലും നമ്മൾ വീഡിയോസോടെ വൈൻഡപ്പിയാണ്. വീഡിയോ തീർച്ചയായും നിങ്ങൾ ഇൻട്രസ്റ്റിംഗ് ആയി കാണുമെന്ന് വിചാരിക്കുന്നു. കഴിഞ്ഞ ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് ഞാൻ കൃത്യമായിട്ട് ഈ ഒരു വിധിയെക്കുറിച്ച് ആലോചിച്ചിട്ടുണ്ടായിരുന്നു. ഒരു വ്യക്തിയെ സ്വാധീനിക്കുന്ന, അയാളുടെ ചിന്തകളെ, അയാളുടെ തീരുമാനങ്ങളെ സ്വാധീനിക്കുന്ന കാര്യങ്ങളെക്കുറിച്ചൊക്കെ തന്നെയും റെക്കോർഡ് ചെയ്ത് കഴിഞ്ഞാൽ അയാളുടെ ഒരു ഭാവിയെ കൃത്യമായിട്ട് നമുക്ക് പ്രവചിക്കാൻ കഴിയുമെന്നൊക്കെ ഞാൻ ആലോചിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോഴാണ് നമ്മുടെ ഈ ഒരു കയോട്ടിക് തിയറി അല്ലെങ്കിൽ ബട്ടർഫ്ലൈ എഫക്റ്റുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളെക്കുറിച്ചൊക്കെ തന്നെ ഞാൻ മനസ്സിലാക്കുന്നത്. തീർച്ചയായിട്ടും നല്ല ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ടോപ്പിക്ക് തന്നെയാണ് ഈ ഒരു വിധി എന്ന് പറയുന്നത്. അപ്പോൾ അതിൻ്റെ എല്ലാ വിധത്തിലുള്ള കാര്യങ്ങളെക്കുറിച്ചും നിങ്ങൾക്ക് മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. ഇവിടെ വിധിയെ ഒന്നുകിൽ നമുക്ക് പഴിചാരിക്കൊണ്ട് അവിടെ തന്നെ നിൽക്കാം, അതല്ല എങ്കിൽ എല്ലാം വിധിയാണ് എന്ന് വിചാരിച്ചുകൊണ്ട് നമുക്ക് മൂവ് ഓൺ ചെയ്യാം, മുന്നോട്ടേക്ക് പോകാം. ഈ ഒരു വീഡിയോയിലേക്ക് നിങ്ങളെ എത്തിച്ചതും അത്തരത്തിലൊരു വിധി തന്നെയായിരുന്നു. വീഡിയോയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായും താഴ്ന്ന് രേഖപ്പെടുത്താൻ മറക്കരുത്. അതുപോലെ തന്നെ ഏതൊരു സാഹചര്യത്തിലാണ് നിങ്ങൾ ഈ ഒരു വീഡിയോയിലേക്ക് എത്തിപ്പെട്ടിട്ടുള്ളത് എന്നതിനെക്കുറിച്ച് തീർച്ചയായും താഴ്ന്ന് രേഖപ്പെടുത്താൻ മറക്കരുത്. തീർച്ചയായും നല്ല അടിപൊളിയായിട്ടുള്ള ഒരുപാടധികം കമൻസുകൾ ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പോൾ ഇതിലും നല്ല ഒരുപാടധികം വീഡിയോസുകളുമായിട്ട് കണ്ടുമുട്ടാമെന്ന പ്രതീക്ഷയോടെ ബൈ.